എനിക്ക് തോന്നുന്നില്ല 2026 വെറും അക്കൗണ്ട്സ് മാത്രം പഠിച്ചു പോയ ഒരാൾക്ക് ജോലി കിട്ടുമെന്നുള്ളത്. 2026 അക്കൗണ്ട്സ് മേഖലയിലേക്ക് അല്ലെങ്കിൽ അക്കൗണ്ട്സ് കരിയറായി ചൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇന്നത്തെ കാലത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള ടൂൾസും അതേപോലെ മാനേജ്മെൻറ്റ് ടൂൾസുകളും കാര്യങ്ങളൊക്കെ എന്തായാലും പഠിക്കണം. ഉദാഹരണത്തിന് AI പോലുള്ള ഇൻ്റഗ്രേഷൻസ്, മാനേജീരിയൽ ലെവലുള്ള അക്കൗണ്ട്സ്, അതേപോലെ ടൂളുകൾ, എക്സൽ, പവർ BI പോലുള്ള ഡാറ്റ അനലിസിങ് ടൂളുകൾ, ദെൻ ടാക്സേഷൻ, ഇതിലൊക്കെ കൃത്യമായിട്ടുള്ള നോളജ്, അതും വെറും നോളജ് മാത്രം പോരാ, പ്രാക്ടിക്കലായിട്ടുള്ള ഒരു നോളജ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾക്ക് എന്തുണ്ട്, ഇന്നത്തെ കാലത്ത് ജോലി ഉണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്ന് വരുന്ന പുതുതലമുറയിലുള്ള ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് ട്രെൻഡ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ബിസിനസ് ഓണേഴ്സും ഒക്കെ അതിലൊരു ഹൈ ഗ്രോത്ത് ആഗ്രഹിക്കുന്നവരാണ്. സോ അവരെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടൂളുകൾ നമ്മളെ കയ്യിലില്ല എങ്കിൽ അവർക്ക് നമ്മൾ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ കാലത്ത് പുതിയ സ്റ്റാർട്ടപ്പുകൾ, പുതിയ ഐഡിയാസ്, പുതിയ പ്രൊഡക്ട്സ്, പുതിയ സർവീസസ്, ഇതൊക്കെ വരുമ്പോൾ തന്നെ അവിടെ എന്ത് ചെയ്യണം, ഗ്രോത്തിലേക്ക് ഹെൽപ്പ് ചെയ്യുന്ന, പ്രത്യേകിച്ച് ഫിനാൻസ് ഏരിയയിൽ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ടൂളുകൾ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, ടെക്നിക്സ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്ന രീതിയിലുള്ള കോസ്റ്റ് അനാലിസിസ്, ബ്രേക്ക് ഇവൻ പോയിൻ്റ് അനാലിസിസ്, വേരിയൻസ് അനാലിസിസ്, പ്രൊജക്റ്റിംഗ്, ഫോർകാസ്റ്റിംഗ്, ഇതുപോലുള്ള ടൂളുകൾക്ക് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ, പ്രാക്ടിക്കലോടുകൂടി നമ്മൾ പഠിച്ചു പോവുകയാണെങ്കിൽ അവർക്ക് എന്തുണ്ട്, സ്കോപ്പ് ഉണ്ട് എന്നുള്ളതാണ്.